നാരായണിയുടെ ഡ്രസ്സാണ് ഇതൊക്കെ. ഓണത്തിനെടുത്ത് ചിരിക്കാൻ പാടില്ല, കണ്ടിട്ട് ചിരിച്ചാ മതി. ഒന്ന് അടുത്ത് കാണിക്കേ. ഒന്നിത് പോട്ടെ, ക്ഷമിക്ക്. ഓക്കെ ഗൂഗിൾ, കിച്ചൺ ലൈറ്റ് ഓൺ. നാരായണിക്ക് നോക്ക്, അതും അതിന്റെ പാൻറ്റും അത് തന്നെ, അതിന്റെ പാൻറ്. അത് ഓക്കെ. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂട്ടണം എടുക്കണമെന്നുണ്ട്. പിന്നെ ത്രീ ഡ്രസ് വേണ്ട, നമുക്ക് വല്ല മറ്റേ പട്ടിയാലയിലോ ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ ഇടാം. രാവിലെ തൊട്ടാ പുതിയ നിക്കറും വെച്ചോണ്ടിരിക്കുക, കുളിപ്പിക്കണ്ട. ഇത് വരാല്ലാതെ കുളിക്കണ്ട, കല്ലിപ്പെണ്ണ. രാവിലെ എണീറ്റിട്ട് പറയാം, അമ്മ ഒന്ന് എണീക്കുക, എനിക്ക് വല്ലതും എനിക്ക് വിശക്കുന്നു, വല്ലതും തിന്നാൻ ഉണ്ടാക്കാൻ. അത് നാരായണിയുടെ അത് കൊള്ളാമല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഡ്ജസ്റ്റ് ചെയ്യാന്നാടി, അപ്പോൾ എനിക്ക് ഉപയോഗിക്കാം. അപ്പയ്ക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാം. പപ്പടം തന്നെ വേണോ ചമ്പു? പപ്പടമാണോ? അന്യനാത്ത പാട്ടാ. എനിക്കിഷ്ടമായി പാട്ട്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഈ പാട്ടൊക്കെ ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുകളിൽ ഒന്നൊക്കെയാണിത്. മനസ്സിലായോ? അന്യനാത്ത പാട്ടൊക്കെ. ഓരോരുത്തരും ഓരോ പണിയാണ്. ഷാമ്പൂ ഇതേ മിറ്റം തൂക്കുന്നു. ഞാൻ തൂക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞു ചൂല് കൊടുത്തുകൊണ്ട് തൂത്ത് തരാമെന്ന് പറഞ്ഞാ തൂക്കുന്നത്. പക്ഷെ വെറുതെ എനിക്കൊരു പണിയാണത്. ഞാൻ സാരമില്ല. പിന്നെ നാരായണി വീടിനകം വൃത്തിയാക്കുന്നു. മൊത്തത്തിൽ വൃത്തിയാക്കലായിരുന്നു. അരുൺ ഭായി നേറുമാടം വൃത്തിയാക്കുന്നു. എൻ്റെ അപ്പൻ. ഇതൊക്കെ പരിപാടി നേറുമാടം ഇത്ര എടുത്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്നതിനെല്ലാം ഭയങ്കര കുറ്റമാണ്. വേണ്ടാത്തതാണ് എടുക്കുന്നത്, അതാണ് എടുക്കുന്നത്, ഇതാണ് എടുക്കുന്നത്. വെളിയിൽ പോയി എടുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് കയറി വരുന്ന എടുക്കാൻ പാടില്ല, ഇറങ്ങിപ്പോകുന്ന എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റം. നമ്മൾ തുറക്കവല്ല, നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയണേ കുറേ എടുത്ത് വരണം. അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണേ, എന്നാലും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് രാവിലെ ഞാൻ ഇച്ചിരി പണങ്ങിയിരിക്കുക. രാവിലെ തന്നെ എന്നെ അതൊന്നും പറഞ്ഞു, ഇവിടെ കയറി വരുന്ന എടുക്കാൻ പാടില്ല. ചിലപ്പോൾ ഞാൻ അന്നേരം ഓർക്കുന്നത്, നമ്മൾ സ്ഥിരം ഈ വീഡിയോ എടുത്ത് നടക്കുന്നതല്ലോ. അപ്പോൾ അയ്യോ ക്യാമറ ഉണ്ടല്ലോ, വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങ് എടുത്തു പോയി. ഞാൻ തൂക്കാൻ പോവാം. അപ്പോൾ പറഞ്ഞത് എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കട്ട് ചെയ്താൽ പോലെ എഡിറ്റ് ചെയ്യുമ്പം അത്രയും കേസേ ഉള്ളൂ, അത്രയും പറഞ്ഞേ ഉള്ളൂ. പക്ഷേ എനിക്കത്രയൊന്നും സൂചിച്ചില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതങ്ങ് പോവില്ലേ ത്വരാ. എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ്. എനിക്കറിയാമോ എന്നെടുക്കണം. ചേട്ടാ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. നമ്മളിതിപ്പോൾ തുടങ്ങിയേ അല്ലേ ഉള്ളൂ. പബ്ലിക്കിൽ പോയി നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ എത്ര അടുപ്പം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രശ്നം. കോഴിയെ എപ്പോഴും എടുത്തേനും, കാരണം ഏതേലും ഒരുത്തൻ മിസ്സാവും. കഴിഞ്ഞ ദിവസം പാക്കര മിസ്സായി ഉണ്ടോ. ഇപ്പോൾ 4 പേരുണ്ട്. മതി അമ്മ ചെയ്തോളാം. വാ. അമ്മ പറഞ്ഞു അമ്മ കള പറിക്കുന്ന വീഡിയോ എടുക്കാൻ. അല്ല, നിന്റെ അപ്പം മാത്രം എല്ലാം ചെയ്തെന്നൊരു ചിന്ത ഉണ്ടല്ലോ എൻ്റെ അപ്പായിക്ക്. ഞാൻ ചെയ്തതൊന്നുമില്ല.
ഇത് ശമ്പളം ഇവിടെ നോക്കുന്നുണ്ടോ ഭയങ്കര വൃത്തിയാക്കിയ. ആർക്കാണ് വിമ കൊടുക്കുന്നേ? ശിവനോ? ഓഹോ ശിവന്റെ ഫോട്ടോ ശിവന്റെ ഭക്തി അവിടെ ഇരിക്കുക. അലമുണ്ടാക്കരുത്. കുറച്ച് പണിയുണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കണ്ടേ. ഓണമൊക്കെ വരുമല്ലേ. ആ അപ്പൊ അലമുണ്ടാക്കല് കേട്ടോ. ആ അവിടെ ചിരിച്ചോണ്ടിരുന്നോ? എത്ര വേണേലും ചിരിച്ചോ കേട്ടോ. അല്ല പിന്നെ അലമ്പേ. ഇവിടെ വന്നിട്ട് ഞാൻ തൂത്തൊക്കെ വാരി ഇവിടെ എല്ലാം തൂത്ത് വാരി ആ സൈഡിലത്തെ കരിയെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി നൈസായിട്ട് ഈ ചെടിയെല്ലാം കൂടെ പറിച്ചിട്ടിടുക. അവിടെ വിചാരം അതൊക്കെ കളയാന്ന്. ഇതുണ്ടോ ഈ ചെടി, കുഞ്ഞു ചെടി, ഈ സംഭവമില്ലേ, ഇതൊക്കെ പറിച്ച് അവൾ താഴെ കളയുക. അതുകൊണ്ട് അവിടെ കൊണ്ടും തൂത്ത് ചെറിയ ചെറിയ കളകളൊക്കെ പറിച്ച് ഇന്ന് ഇത്ര മതി. പതിയെ ഉണ്ട്. ഇന്ന് സമയമുണ്ടല്ലോ, ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ. ഒരാഴ്ചയല്ല ഇത് ഒരാഴ്ച ഉള്ളൂ. ചേട്ടാ നിർമ്മാണത്തിലെ ഇതിലൊക്കെ എന്തൊക്കെയോ കൂടെ അതെ വൃത്തിയാക്കി എല്ലാം കൊടുത്ത് ഇട്ട്. എൻ്റെ അമ്മോ എന്നാ ഇത് നോക്കിയാൽ അടിപൊളി. മൊത്തം എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നല്ലോ. നകത്തോട്ട് ഞാനൊന്നും നോക്കുന്നില്ല. വൃത്തിയാക്കി കഴിച്ച് നോക്കാം. ഓ എൻ്റെ അമ്മ താഴോട്ട് അങ്ങോട്ട് പോയാൽ തോന്നില്ല. ഇതൊരു ഫോൺ വന്ന് പോയി. എന്താണോ ഞാൻ എൻ്റെ വിളി നോക്കട്ടെ. കുഞ്ഞേ ഓഫ് ചെയ്തേ. ശംഭു ശംഭു
ശാമ്പു പോയേക്കുവാ. അപ്പുറത്തെ വീട് ചെറിയഞ്ചാട്ട് കിട്ടിയാണ് ആ ചേച്ചിയോട്. ശാമ്പുവിടെ കാര്യമേ. ശാമ്പുവിയേ, ആ വീട്ടിലെ ചേച്ചിയോട് ഞാൻ ഇന്ന് വരെ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല. ആ ചേച്ചി എന്നോട് മിണ്ടിയിട്ടില്ല. ആ ചേച്ചിയോട് വന്ന് ചേച്ചി ചെറിയൻ ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ആ ചേച്ചിയും കൂടെ ആരോടും മിണ്ടത്തില്ലാത്തതാ. വൃത്തിയാക്കാം. അതിനിടയ്ക്കല്ല നീ ഓടിപ്പോയത്. ഞാൻ ഈ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുളിച്ചാൽ പോരെ? ആദ്യം നീ പോയി കുളിക്കേ. എൻ്റെ നാരായണി ചേച്ചി എന്തിയേ? ഇവിടെ അപ്പുറത്തെ വീട്ടിലെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവള്. എന്നിട്ട് അവിടെ നിന്ന് നോക്കിയിരിക്കുക. കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് ഞാൻ ആ പട്ടിയെ നോക്കി. കാരണം ഇത് കുരയ്ക്കുന്നതാണ്, അവൾക്ക് പട്ടിയെ കണ്ടിട്ടില്ലല്ലോ. പട്ടിയെ നോക്കി നിൽക്കുകയെന്ന് പറഞ്ഞു. കുറച്ച് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഹായ് ചേച്ചി ചെറിയാൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ആ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, ഞാൻ ഇങ്ങ് പോന്നു. ചേട്ടനെ ഓട്ടത്തിന് പോയി കാണും. എനിക്ക് ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? ഇല്ല. എനിക്കറിയോ. ഇപ്പം ശിവൻകുട്ടി എന്നാ ചെയ്യാൻ പോന്നേ? അതാദ്യം പറ. പെയിൻ്റ് അടിക്കാൻ പോകണം. ഈ പെയിൻ്റ് അവിടെ നിൽക്കുമോ? ഈ പെയിൻ്റ് അല്ല ശരിക്കും അടിക്കേണ്ടത്. പിന്നെ അടിച്ച എന്തൊരു എന്നാ പറ്റി? യെസ്, ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ കഴിക്കാൻ ഇതൊക്കെ വേണം കഴിക്കാനായിട്ട്, മനസ്സിലായില്ലേ? ഇത് മാത്രം ഞാൻ കഴിക്കത്തില്ല, ബാക്കി എല്ലാം ഞാൻ കഴിക്കും. എല്ലാം കഴിക്കുമോ? ഓഹോ, ഞാൻ നന്നായിട്ട് വെച്ച് തരാം. വേണ്ട, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന്ന് കളയാൻ പറ്റുമോ? അതുപോലെ സാമ്പാറിനകത്ത് ഇട്ടാ പോരെ. ഫ്രിഡ്ജിൻ്റെ വെട്ടി വന്നിട്ടുണ്ട്. നല്ല ഇരുട്ട് കിട്ടുമായിരുന്നെങ്കിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. നാരായണി, നിങ്ങൾക്ക് ചോറിടാനുണ്ടായ പിന്നെ ഞാൻ എന്തിനാ കറി ഉണ്ടാക്കുന്നേ? കറി ഇല്ലെങ്കിൽ സമയമോ? സമയം 12 ആയതേ ഉള്ളൂ. രാവിലെ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചായിരുന്നു ചോറ്. ചേട്ടാൻ ചോറുണ്ടായിരുന്നു, ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ മുട്ടയോ എന്താ എത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, തിന്നില്ലേ ആരും? ഇവിടെ പണിയുണ്ടായിരുന്നല്ലോ, വെറുതെ ഇരിക്കുകയല്ലല്ലോ നമ്മളെല്ലാവരും. ആണോ? ചേട്ടായിക്ക് ഒരുമാടത്തി പണിയുണ്ടായിരുന്നു. എനിക്ക് മുറ്റത്തെ ചുമ്മാ തൂക്കുമല്ലായിരുന്നു, നമ്മളെല്ലാം കളയെല്ലാം പറിച്ച് അത് അതിനിടയ്ക്ക് ചോറിട്ട് തീ വെച്ച് നീ അടുക്കള അവിടെ തൂത്ത് വരി അവിടെ നിനക്ക് പെരയ്ക്കാത്ത പണിയുണ്ടായിരുന്നു. പിന്നെ ശാമ്പുവി പോലും തൂത്ത് വരി അല്ല ശാമ്പുവി? ആ, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ജോലി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കഞ്ഞി വെക്കണം, കറി വെക്കണം. അതിനിടയ്ക്ക് ഇച്ചിരി കറി 12 മണി ആയപ്പോഴേക്കും കറി ആയില്ല പോലും. വേണ്ട, തിന്നണ്ട, എനിക്കുള്ള ഉണ്ടായിക്കോളാം ഞാൻ. ഓക്കെ. ദൈവമേ, ടി വി കിടന്ന് നടത്തിട്ടോ. എന്നാ ആരാണ് ലിപ്സ്റ്റിക് ഇടുന്ന പോലെ ആ മഹാദേവനും ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം.
എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടല്ലോ. അല്ലേ പോകാനാവുന്നു അളിയൻസിൻ്റെ അളിയൻസിനെ കാണുന്നില്ല. അവിടെ പോയി ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നല്ലോ, പോയെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴെങ്കിലും ദൈവത്തിന് ഈ രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടുമോ? എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോ എടുക്കാൻ വീട്ടിൽ ആരുമില്ല. പക്ഷേ മുടി ഒരുമാതിരി ആയിപ്പോയി അല്ലേ? നല്ലതാണ് നാരായണി മുടി ഞാൻ കെട്ടിയത്. ഇപ്പം എങ്ങോട്ട് നാരായണി? ചിരി കാണാൻ പറയാം പൊള്ളിലാണ്. ഈ കുറേ നേരമായിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. എന്താ സംഭവം? എന്താ അവിടെ പരിപാടി? എന്നാ അവിടെ കുറച്ച് നേരമായിട്ട് കറങ്ങുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് ഈ പറമ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, കാര്യം പറമ്പും വീടുമൊക്കെ ചേട്ടാടെ പേരിലാന്ന് പറഞ്ഞാൽ എന്തിനാ കറങ്ങുന്നതെന്ന് ഞാൻ അറിയണമല്ലോ. മീനയുടെ അടുത്ത് പോവാം. വരുന്നോ? നാളല്ലേ തോന്നുന്നു പെണ്ണുമ്പളോട് ഇങ്ങനെ മിണ്ടാതെ നടക്കാനൊക്കെ. പ്രായം കിളവനായില്ലേ? ഇപ്പം വണ്ടി ധാരാടാ. അവൻ വേറെ ആണ് എൻ്റെ പെണ്ണുമ്പോള. നീ അല്ലേ? അവളെന്തിയാ? എന്താ 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 പേടിച്ചു പോലെ പുറകോട്ട് പോകാനാ? പെണ്ണുപിള്ള ഇതിന് പേടിക്കുന്ന എന്നത്തിന് ഞാൻ അടുത്ത് വരുമ്പോ പേടിക്കുന്നേ? ലിപ്സ്റ്റിക് ആവോന്ന് അറിയാൻ വേണ്ടിയാ. പോട്ടിടാ. എന്തിനാ പണിയാ? ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയാവില്ല എന്ന് പറയുന്നത് പറഞ്ഞാൽ മാത്രമാണ്. നീയാ കൊണ്ടുപോകുന്നില്ലേ? എന്തിനാ ഞാൻ അവിടെ വരെ പോയിട്ട് എടുത്തില്ലേ? അതിനാ അവിടുത്തെ അവളുടെ കളക്ഷനൊക്കെ ചോദിക്കോളൂ. ക്യാമറ പറഞ്ഞു ഇത് കണ്ടിരിക്കുക. പറയണം ചേട്ടാ, ഇങ്ങോട്ടാണ് പറയണം കൊണ്ടുപോയാൽ. അതിന് വേണ്ടിയാ. വലിച്ച് നീട്ടിയെടുക്കാൻ പാടില്ല. വലിച്ച് നീട്ടാതെ എടുക്കണം. ഓക്കെ, പോയി കുളിക്കാൻ നോക്ക്. കുറേ നേരം ആയില്ല തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വരെ പോവാം. ചോറ്റി മീര കാക്കമ്മ ജനിച്ചു വളർന്ന സ്ഥലമാണ്. കാക്കമ്മ ജയിച്ച അച്ഛൻ, ഞാൻ, ആങ്ങള, ഞങ്ങളുടെ സ്ഥലമാണ്. ഇവിടെ സ്ഥലം കാക്കമ്മയുടെയൊക്കെ വീട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുടുംബവും ഇല്ല. കുടുംബ വീടിൻ്റെ മേളിലായിട്ടാണ് ഞങ്ങളുടെ വീട്. ഈ ഭാഗത്തായിരുന്നു ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടൊക്കെ ഉണ്ട്. ഞാനും പുറകില്ല. ഞാനും ചോറ്റി അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഇവിടെയാണ് മീരയുടെ തയ്യക്കട.
സമയത്ത് കരണ്ട് പോകുന്നുണ്ടോ? നീ ക്യാമറ കേട്ടോന്നേ അതെ പിന്നല്ലാതെ നിങ്ങളുടെ കട കാണിക്കണി വീഡിയോക്കകത്ത്. കട കാണിക്കാനായിട്ട് ആദ്യം അത് നീ ആദ്യം ഒന്ന് കാണണ്ടേ ഇവിടെ. നിന്നെ കാണിച്ചിട്ട് വേണം. ഞാനതപ്പോൾ ഒരു ടീച്ചർ ഇരിപ്പുണ്ടായിരുന്നു. മോശമല്ലേ അതിന് തന്നെ നിങ്ങളുടെ കട ലൈറ്റ് ഇല്ലേ? കരണ്ട് പോയി. നിങ്ങളുടെ ബൊമ്മേനെയൊക്കെ കാണില്ല. നിന്നെയാണോ ഉദ്ദേശിച്ചത്? ഹലോ ഗൈസ്, ഇത് നീ സ്റ്റാർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നീ എന്താ എത്ര 479 479 ഓൺലി. ലൈം ലൈറ്റിന്റെ വെള്ളത്തിൽ എടുത്തിട്ടില്ല. ലൈം ലൈറ്റ് ഇത് കൊള്ളായിരുന്നല്ലേ? എനിക്ക് ചെയ്യടി. അതിനാ നീ വെച്ച് നോക്കിയോ? നീ മഞ്ഞ നേരാൻ കിട്ടുമ്പോൾ നടി പൊട്ടി ഇങ്ങനെ കവി ചേർത്തില്ലാതെ നീ ഒന്ന് വരുന്നുണ്ടോ? സൈഡ് മറ്റേ ഇതില്ലേ സ്വിച്ച് കട്ടിങ് ഒന്നുമില്ല. ഇപ്പൊ കാട്ടിങ് ആരും കൊടുക്കൊന്നുമില്ല. ഇല്ലേ? നമ്മൾ അതിനും കൂടെ ലൂസ് കൊടുക്കുന്നുണ്ട് വാൻ്റെ. ആ ലൂസ് ഇത് മതി. ഇത് എന്നാളൊന്ന് ചെയ്ത് ഇറുക്കം വെക്കുമ്പോഴേ അബദ്ധമായി പോയതാ. എൻ്റെ നല്ല ചുരിദാർ ഒരുമാതിരി കയറ്റി ഇതുപോലെ അവിടെ കയറ്റി വെച്ച്. എടി ആ പാവം നമ്മൾ നേരെ തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ലേ? ഏത് ഇത് ബാക്ക് പീസ് ഇടുമ്പം കണക്കാം. ചന്തയുള്ളവർക്ക് നമ്മൾ കൂടുതൽ എടുത്തിട്ടാ വിടുന്നത്. അപ്പൊ അതുകൊണ്ടാ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റാ. ഈ വെട്ട് കറക്റ്റ് വരും. സോറി ഗൈസ്, ചന്തയ്ക്ക് വരും കുണ്ടിന്ന് പറയാം. ചുമ്മാ അല്ല ചേട്ടാ പോയപ്പോഴാ പറഞ്ഞു നീ ഈ ക്യാമറ എടുത്തോണ്ട് മീര എടുത്തല്ലോ. നീ പോ ക്യാമറയും കൊണ്ട് പോകാനാ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എന്തേലും കിട്ടും ഇതിനകത്തുനിന്ന്. കൊള്ളാല്ലേ? പിന്നെ ലെഗിൻസ് ഇല്ലേ? അല്ല ആങ്കിലെന്ത് ഞങ്ങളുടെ ദാവണിയൊക്കെ തയ്ച്ച് കാണിക്കും. ഇല്ലേ ദാവണി തയ്ച്ചില്ലല്ലോ? തയ്ച്ചോ? കണ്ടില്ലേ? അതെ ഇത് കിഡ്സ് ആ മാം ആൻഡ് ഡോട്ടർ കോംബോ ആട്ടോ. ഇത് അമ്മയുടെ സ്കേർട്ട്, ഇത് അമ്മയുടെ ബ്ലൗസ്. സ്ലീവ് ഒക്കെ കണ്ടു. ഇത് തയ്ച്ചതാ? ഇപ്പൊ തയ്ച്ചിട്ടതാ. ആണോ? സൗദി അറേബ്യയിലുള്ള ഒരു കസ്റ്റമർക്കാണ്. ഓ എനിക്ക് ആ ഷോള് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷോളല്ല മറ്റേ ഇതല്ലേ? ഇത് ഷോളാ. ഇത്ര വലുതോ? അടി വെച്ച് ലെങ്ത് കൂട്ടിയാ എടുത്തേ. ബാക്കി കൊച്ചും കൂടെ അവരെടുത്തോളൂ. ഓക്കെ. പിന്നെ ഇത് ഞങ്ങളുടെ തിരുവാതിര പെണ്ണുങ്ങളെ. നമുക്ക് 10 പേർക്ക് തിരുവാതിരക്കുള്ള ബ്ലൗസ്. ഇവിടുത്തെ 10 കൊച്ചു പിള്ളേരാണോ? നമുക്ക് ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ട്. കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഏത് ഇത് കൊള്ളാം. ബ്ലൗസ് കൂടെ തയ്ക്കണം. ഇത് മീരയുടെ മിഷൻ. ഇതെന്റെ ഷാമിലുവിന്റെ മിഷൻ. അതാണോ മീരയുടെ? ഷാമിലു. അല്ല നീ ഇവിടെ തന്നെ തയ്ക്കുന്നേ? ഷാമിലു വയറിലായി. ഷാമിലു വയർ. അല്ല ഇപ്പൊ ആ എയറിലാവുന്ന കാണാവേ. അയ്യോ 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 ഇതെന്തായാലും കൊള്ളാം. ഇത് കൊടുക്കാനാണോടി? യെസ് ഓഫ് കോഴ്സ്. എൻ്റെ യാത്ര എൻ്റെ യാത്ര എൻ്റെ യാത്ര എൻ്റെ യാത്ര ഉണ്ടാകുന്ന ഈ ഒരു മാരണമാണത്. ഇത് കേട്ടില്ലേ ഓരോന്നൊക്കെ? എൻ്റെ പൊന്നെ എൻ്റെ യാത്രക്കകത്ത് ഇടാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നിന്റെ യാത്രയെ ഞാനും കൂടി ഉണ്ടടി. ഇത്രയും വളർത്തി വലുതാക്കി ഞാനല്ലേ. എന്നെ എങ്ങനെ വളർത്തിയത്? തലേ വെച്ച പേനരിക്കുന്നത്, എടുത്ത് വെച്ച ഉറുമ്പരിക്കുന്നു. അതല്ലേ നിന്നെ അസീസി പോയപ്പോ ഞാൻ മുണ്ട് കടന്നേ. ആ സത്യമാ എടി. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടം ഇവിടെ അസീസി പോകുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ പപ്സ് മേടിച്ചു തരുമായിരുന്നു. നാരങ്ങ വെള്ളം പപ്സ് ഇഷ്ടം പോലെ. അപ്പോഴേ ചേട്ടാ പറയാം മീര എടുത്ത് പോകുമ്പോഴേ നീ പോകുന്ന പഠിക്കാൻ വേണ്ടി ഒന്നും അല്ല, നീ ആ പപ്സ് തിന്നാൻ വേണ്ടി പോകുന്നല്ലേ. എന്തായാലും ആ പപ്സിന്റെ സ്നേഹം എനിക്കുണ്ട് നിന്റെ അടുത്ത്. അവിടെ മറ്റേ മാതാ ബേക്കറിയോ മാതാ നല്ല ചൂട് പപ്സ് നാരങ്ങ വെള്ളം. കോഡ് സെറ്റിന് 650 ഓൺലി. ആണല്ലേ? ഈ പ്രാവശ്യം ഇച്ചിരി വെറൈറ്റി ഉണ്ട്. മറ്റേ പാൻറ് ഇത് പിന്നെ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇത്
ഈ മഞ്ഞ യെല്ലോ ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഉണ്ടല്ലോ കളറേ ഉറക്കത്തിൽ നിന്നിട്ട് വന്നോ? അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ഇല്ലാതെ വന്നതാ. നിനക്ക് നാണം? പേടിക്കില്ലല്ലേ വരാൻ? എനിക്ക് ഞാൻ വരുന്നതാണല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെയൊക്കെ വീടുകളായി. പണ്ട് നേരത്തെ ഇത്രയും വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം പറമ്പ്, ഇവിടെയൊക്കെ തോട്ടമില്ലായിരുന്നു. പണ്ട് ഉരുള് പൊട്ടിയിടോ അത്. ഏത് അങ്ങ് മല കണ്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ്റെ അവിടെ കണ്ടോ, ഒരു ഇളം പച്ച, അവിടെ ഉരുള് പൊട്ടി താഴോട്ട് വന്നോ. അതെവിടെ ഇത് ഇടക്കുന്നതിന് ഇപ്പുറം വരെ അതെവിടെ നമ്മുടെ ത്രിവേണിക്ക് പോവാ ഭാഗം. എൻ്റെ ടീച്ചറമ്മയുടെ വീട്, എൻ്റെ ടീച്ചറമ്മയുടെ വണ്ടി കണ്ടോ. നമുക്ക് 3-4 വണ്ടിയുണ്ട്, ഇപ്പം 3 ഉള്ളൂ. അത് കൊണ്ടുവന്നു ഒന്ന് അതേണ്ട കിടക്കുന്നു. ഇത് ഞാൻ അടയ്ക്കണ്ടേ? വേണ്ട, നമ്മൾ താഴോട്ടല്ലേ പോകണം. ഞാനും വരുന്നു, എന്നെ കൊണ്ടുപോകത്തില്ല ഇനി. മുഖത്ത് പൗഡർ ഉണ്ടോ? ഈ സുന്ദരിയല്ലേ? നീയാ പറയുന്നേ. നീ എനിക്കതല്ലേ, എനിക്ക് ഇതിനെ ഏറ്റവും ഇഷ്ടം. കാരണം എപ്പോഴും നീ എന്നെ ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞോണ്ടിരിക്കും. അന്ന് പോയെടുത്താണോ? ശരിക്കും യൂട്യൂബിൽ ഇടാനുള്ള ചിരിയടി. ഞങ്ങളുടെ ശേലിയമ്മയുടെ കട. ഒരുപാട് ഇരിക്കുന്നല്ലോ. ചേർത്ത് എണീറ്റിയാ ആണല്ലേ? ആരത്തിരക്കെന്ന് പറയണേ? അരുണഗോരിയെ തിരക്കിന്ന് പറയണം, ശാംഭവിയെ, നാരായണിയെ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് സിംബ, അതിനാണ് പറഞ്ഞത്. സിംബേനെ തിരക്കി എല്ലാവരെയും. എൻ്റെ ഉള്ളിവട കൊടുത്തേക്കണം പിള്ളേർക്കൊക്കെ. ആ ചേച്ചിയെ കടിയത് ചേച്ചി ഉള്ള അറിയാലോ, അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. കിളിക്കല്ലേ, ചുമ്മാ എഴുന്നേറ്റ് ചിരിക്കുക. എന്നാടി പോന്നില്ലേ? നാളെ എടി പോടി ഒന്ന്. പണിയാ. പോവാണേ. ഏതോ സിനിമ ആണ്, സിനിമ ആണ്. ജോലിക്കോ? ഇല്ല. ബിഗ് ബോസ് ഞാൻ കാണത്തില്ലടി, എനിക്ക് അത് കണ്ട കലിപ്പ് വരും, അതുകൊണ്ട് ഞാൻ കാണത്തില്ല. പക്ഷെ ഇപ്പത്തെ സീസണിൽ എല്ലാവരും കുഴപ്പമില്ല. ജിസയിലും എനിക്ക് ജിസയിലും പിന്നെ മറ്റേ വേറെ കണ്ടല്ലോ, ഇത്ര മുടിയൊക്കെ കിട്ടി ഒലയിലും ഇഷ്ടം. അമ്പോ അതിന് എന്നാ ചെയ്യും? എന്നാ ചെയ്യാൻ? പള്ളി പോകണത്തിനാളായിട്ട് വിചാരിച്ച് കയറുന്ന വന്നിട്ടില്ല. ദൂരെ ഉള്ള സ്ഥലത്ത് പോകും, അടുത്തുള്ള സ്ഥലത്ത് പോകത്തുമില്ല. ഇവിടെയല്ല ശാംഭവിയുടെയൊക്കെ പ്രോഗ്രാം നടന്നത്. യുവപ്പട്ടിയുടെ കാലം തോറ്റി ആരോ എറിഞ്ഞൊടിച്ച് തന്നത്.
പോലീസ് ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. പോലീസുകാരുണ്ട്. എന്താണ് പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അവിടെ വന്ന് അങ്ങനെ നിൽക്കുകയല്ല. 3 സ്റ്റാർട്ട്. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ത്ത് വന്നതോ മേതി ജീവൻ എന്നെ പാർത്ത് പോത് വന്നതോ ഏതോ സുഖം തല്ലാരത് ഏതോ മനം തല്ലാരത് ഏതോ സുഖം തല്ലാരത് ഏതോ മനം തങ്കാതത് വിരികൾ തൊടവാ വിരൈകൾ തൊടവാ മാനോട് കൺകൾ മൂടവാ മലരേ മൗനമായി മലർകൾ പേസുമാ. ഒരെണ്ണം കൂടെ പാടി. ലിറിക്സ് തെറ്റുവേ. ആ സാറില്ല. ചിലും ചിലും ചിൽ താളമായി മാർഗണിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിലായി ആരോ ആടിമാസ വർഷമായി ആദ്യരാഗരാഗമായി ആർദ്രമായി പുൽകിയോ ആരോ ചില്ലുപോൽ ചിന്നും ചോരയോ മെല്ലയൻ കാതിൽ ചൊല്ലിയോ നാട്ടുമല്ലിപ്പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങ് വന്നുവോ ചിലും ചിലും ചിൽ താളമായി മാർഗണിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിലായി ആരോ ഏതോ വസന്തം വഴിതെറ്റി വന്നൻ ഉയിരിൽ ഇളതേൻ ഒഴിയേ നാട്ടുമല്ലിപ്പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങ് വന്നുവോ. സൂപ്പർ. എനിക്ക് തണുത്തോളം കുറിച്ച് തൊണ്ട പൊട്ടിയിരിക്കുവാടി. എന്നാലും നീ ഇത്രയും പാടില്ല. അത് മതി. ചെയ്യണം. ഇനി എന്നെ അവിടെ വരെ കൊണ്ടിട്ട് വാ. എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഒരു മോംസിനെ അനുവദിച്ചെന്ന് പറയണേ. പിന്നെ പറയാം. ഞാൻ വിളിച്ചായിരുന്നു പറഞ്ഞായിരുന്നോ? ഇല്ല. ഇവിടം വരെ വന്നാ പോരെ? ആ എന്റെ പൊന്നോ. ആ ഒരു അവതാര പിറവി തന്നെ എന്റെ പൊന്നു. അവിടെ പോവാടി. അവിടെ പോവാ. ആ ആരാ ആരാണി അടിവേ. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത്. ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. മഴയില്ലാതാവണം, വെയിലും ഇല്ലാതാവണം. ഈ സമയത്ത് രണ്ടും അല്ല, വെയിലുണ്ടാവത്തില്ല, മഴയുടെ കാര്യം അറിയത്തില്ല. ഇനി വീട്ടിൽ കയറിപ്പോടെ. ഓക്കെ, അറിയാതെ എൻ്റെ കൈ തട്ടി വന്നതാണ്. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ചേട്ടാ ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇനിയിപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയോ എടുത്തു എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കെ കേട്ടോ. കട്ട് ചെയ്തേക്കെ.
ആ നീ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല തന്നെ അത് നേരിട്ട് വന്നല്ലോ. ഞാൻ പെയിന്റ് മേടിക്കാൻ ചോദിക്കാൻ വിളിക്കാം. ഇല്ല മുണ്ടക്കത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞല്ലേ പെയിന്റ് പിടിക്കുന്നത്. ഞാൻ എത്ര നേരം പറഞ്ഞിട്ട്? പയ്യെ 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 ആ നിലത്ത് കൊണ്ട് വെച്ചാണ്ടോ നല്ല ബാഗ്. ഈ ബാഗ് പിന്നെ പെട്ടെന്ന് പറ്റത്തില്ല. എനിക്കോ എനിക്ക് മാത്രമാണ് എനിക്ക് മേടിച്ചു തന്നാ എനിക്ക് അതൊന്നും വേണ്ട ഒരെണ്ണം തരാം. വേണ്ട. ഇതിണ്ട് എടുത്തോണ്ട് പോകാൻ എല്ലാ സാധനമാണ് ഇത്. ആ പാടി ഞാൻ പോയി നമുക്കുള്ള അപ്പയ്ക്ക് കരിച്ചു പോയല്ലോടി. കപ്പൊന്നുമില്ല.